എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നക്കൽ ഓപ്റ്റിക്കൽസ്, എരമല്ലൂർ. SDPI സേവന സമർപ്പണ സംഗമം നടന്നു. 10 വർഷത്തിലേറെയായി വൈദ്യുതിയും റേഷൻ കാർഡും നിഷേധിക്കപ്പെട്ട ട്രൈബൽ കുടുംബത്തിന് അത് ലഭ്യമാക്കിയതുമായി ബന്ധപ്പെട്ട് SDPI ചന്തപ്പാടം ബ്രാഞ്ച് കമ്മിറ്റി സേവന സമർപ്പണ സംഗമം സംഘടിപ്പിച്ചു. മാക്കാനായി ST കോളനി പരിസരത്ത് നടത്തിയ സംഗമം പാർട്ടി സംസ്ഥാന സമിതി അംഗം VM ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഈ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ നാട്ടുകാരനാണ്. സംസ്ഥാനത്തിലെ തിരുവനന്തപുരം മുതൽ ഉപ്പള വരെ കാസർഗോഡ് വരെ എല്ലാ ഗതിവിഗതികളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, അതിൻ്റെ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, സർക്കാരിനെ നേരെ നയിക്കാനുള്ള എല്ലാ അവകാശവും പദവിയുമുള്ള ആ MLA നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം മണ്ഡലത്തിലാണ് ഒരു തുള്ളി പ്രകാശം പോലും ലഭിക്കാതെ വർഷങ്ങളോളം ഒരു കുടുംബം കഴിയേണ്ടി വന്നത്. അവർക്കിത് കാണാൻ കഴിഞ്ഞില്ല. എന്ത് പണിയാണ് ജനപ്രതിനിധികൾ എന്ന പേരിൽ ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്? ജില്ലാ പഞ്ചായത്ത് നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കോൺഗ്രസിൻ്റെതാണ്, UDF-ൻ്റെതാണ്, ഈ MLA തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പറും. എന്തുകൊണ്ട് തങ്ങളുടെ അധികാര കേന്ദ്രത്തിൽ, തങ്ങളുടെ നിർണയിക്കപ്പെട്ട തങ്ങളുടെ വിഹാര കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ഒരു കുടുംബം കറണ്ടില്ലാതെ, വെളിച്ചമില്ലാതെ, വെട്ടമില്ലാതെ പ്രയാസപ്പെട്ട് രാവും പകലും ജീവിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്താൻ ഇവർക്ക് സംവിധാനങ്ങളില്ലേ? ഇവർക്ക് പ്രവർത്തകരില്ലേ? തെരഞ്ഞെടുപ്പ് വരുമ്പോ വീടാന്തരം കേടാൻ 100 കണക്കിന് ആളുകൾ വന്നല്ലോ. ഏതെങ്കിലും കുടുംബത്തിന്റെ സംഘടനകൾ മാറ്റിയതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? റേഷൻ കാർഡില്ല എന്ന് പറഞ്ഞാൽ അഡ്രസ് ഇല്ലാന്ന അതിനർത്ഥം അവന് വിലാസമില്ലാത്തവനായി മാറി. VM ഫൈസൽ റേഷൻ കാർഡ് കൈമാറുകയും വൈദ്യുതി ലൈറ്റ് ഓൺ കർമ്മം നിസാർ അഹമ്മദും അജേഷ് എന്നവും ചേർന്ന് നിർവഹിക്കുകയും ചെയ്തു. 16 വർഷത്തെ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഇക്കഴിഞ്ഞ ചിറ്റാറ്റേര പഞ്ചായത്ത് തോപ്പ് 8-ാം വാർഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ വാർഡിലെ വ്യാപകമായ പ്രവർത്തനത്തിനിടയിൽ പാർട്ടി പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ട, അവരുടെ മുന്നിൽ വന്ന ഒരുപാട് നീറുന്ന ജനകീയ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് ബോധ്യപ്പെട്ടത്, അന്നു തന്നെ നമ്മളോട് പറഞ്ഞ ആളുകൾക്ക് കൃത്യമായ ഉറപ്പ് നൽകിയിരുന്നു. പറവൂർ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ പാർട്ടി ചിറ്റാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി റഷീദ് NM അജേഷ് എന്നിവർ സംസാരിച്ചു. മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി സുധീർ അത്താണി സ്വാഗതവും ബ്രാഞ്ച് കൺവീനർ റിയാസ് CS നന്ദിയും രേഖപ്പെടുത്തി. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സേവന പ്രവർത്തനം എങ്ങനെ നടത്താമെന്നതിൻ്റെ ഒരുപാട് മാതൃകകളിലൊന്നാണ് നമ്മുടെ ചന്തപ്പാടത്തെ പ്രവർത്തകർ നടത്തിയിരിക്കുന്നത്. ഒരുപാട് മാതൃകകളിൽ പ്രളയം വന്നു, കോവിഡ് വന്നു, വയനാടത്തെ ദുരന്തം വന്നു. ഇതൊക്കെ വരുമ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ആളുകളോടൊപ്പം, ജനങ്ങളോടൊപ്പം, അവരെ പ്രയാസത്തോടൊപ്പം നിൽക്കണം എന്ന് പ്രവർത്തകർ ബോധ്യപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഒരു നൂറ്റാണ്ട് പഴക്കവും 74-75 വർഷം പഴക്കമൊക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് മുമ്പിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പറവൂർ.